മണിപ്പൂരിൽ പീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മലബാറിലെ ക്രിസ്തീയ സഭകൾ ഒന്നായി തെരുവിലിറങ്ങി. കോഴിക്കോട്, തലശ്ശേരി, താമരശ്ശേരി CSI മലബാർ രൂപതകളും മാർത്തോമാ ഓർത്തഡോക്സ് സഭ ആത്മീയ നേതാക്കളും സന്യസ്തരും വിശ്വാസികളും ഒരു മനസ്സോടെ മണിപ്പൂരിൽ വേദന അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾക്കായി സ്വരമുയർത്തി. കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ മുദ്രാവാക്യവും പ്രാർത്ഥനയുമായി അമലാപുരി സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ റാലിയുടെ ഉദ്ഘാടനം CSI മലബാർ രൂപത ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ നിർവഹിച്ചു. വേദനയനുഭവിക്കുന്ന, കഷ്ടതയിൽ ഉഴലുന്ന മണിപ്പൂരിലെ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും വരാനിരിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കേണ്ടതിന്റെയും ആവശ്യകതയെപ്പറ്റി ബിഷപ്പ് വിവരിച്ചു. കോഴിക്കോട് രൂപത വികാരി ജനറൽ വെരി റവറൻഡ് ഡോക്ടർ ജൻസൺ പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. യോഗത്തിൽ രാഷ്ട്രീയ കുബുദ്ധികളുടെ കെണികളെക്കുറിച്ചും ക്രൈസ്തവ പീഡനങ്ങളുടെ വേദനാജനകമായ നേർക്കാഴ്ചകളെക്കുറിച്ചും ഒരുമയോടെ ഒരു വിശ്വാസത്തിൻ കീഴിൽ അണിനിരക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശ്വാസികളെ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. വിഷയാവതരണം നടത്തിയ കത്തീഡ്രൽ പള്ളി വികാരിയും കോഴിക്കോട് എക്യുമെനിക്കൽ ഫോറത്തിന്റെ പ്രസിഡന്റുമായ വെരി റവറൻഡ് ഡോക്ടർ ജെറോം ചിങ്ങന്തറ മണിപ്പൂരിലെ ഇന്നത്തെ മത-ജാതീയ സാഹചര്യങ്ങളെയും യഥാർത്ഥ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ മൗനാനുവാദത്തെക്കുറിച്ചും പ്രബോധനപരമായ ഉൾക്കാഴ്ചകൾ നൽകി. അമലാപുരി സെന്റ് തോമസ് ദേവാലയത്തിൽ മണിപ്പൂരിൽ പീഡിതരായ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ പ്രതിഷേധ യോഗം അവസാനിച്ചു.